ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് സദ്യക്കെല്ലാം കിട്ടുന്ന പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കിയാലോ? കം ഓൺ. ആദ്യം തന്നെ നമുക്ക് ഒരു ഹാഫ് പൈനാപ്പിൾ കുഞ്ഞുനാന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ ശേഷം ഒരു ചട്ടിയിൽ ശർക്കരയും ആൻഡ് പച്ചമുളകും ഇട്ടിട്ട് എന്നിട്ടത് ആ പോട്ട് നമ്മൾ ഗ്യാസിലോട്ടേക്ക് വെച്ചിട്ട് നമ്മൾ 1 കപ്പ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഉപ്പും പിന്നെ മഞ്ഞളും ഇട്ടിട്ട് ശേഷം പൈനാപ്പിൾ നന്നായി വേവിക്കാം. ശേഷം നമുക്കൊരു അരവ് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് തേങ്ങയും പിന്നെ കുഞ്ഞുള്ളിയും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക. ശേഷം അരച്ച പേസ്റ്റ് പൈനാപ്പിളിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുക. ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായി തിളപ്പിക്കുക. പൈനാപ്പിൾ ലേശം ചൂടാറിന് ശേഷം നമുക്ക് പുളിയില്ലാത്ത തൈര് ബ്ലെൻഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കടുകിട്ടിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിൻ്റെ ശേഷം കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലോട്ടേക്ക് ഇടുന്നുണ്ട്. എന്താണെന്നറിയണ്ടേ? കറുത്ത മുന്തിരിയും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ശേഷം ഇതെല്ലാം നമുക്ക് പൈനാപ്പിളിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി പൈനാപ്പിൾ കിച്ചടി ഇവിടെ റെഡി. ചോറിന് ഈ കറി മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.